ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിഗ്മെൻറ്റേഷനും സണ്ടാനും മാറി സ്കിൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഹോം റെമഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജിങ് ഉണ്ടല്ലോ, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഏജിങ്ങിനെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ നല്ല യങ് ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും ലോങ് ടൈം യൂസ് നമ്മുടെ പിഗ്മെൻറ്റേഷനും സണ്ടാനും അതൊക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ടോണൊന്ന് ഇമ്പ്രൂവ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഡാർക്ക് സ്പോട്ട്സ്, ഫൈൻ ലൈൻസ്, പിഗ്മെൻറ്റേഷൻ അതൊക്കെ ഉണ്ടല്ലോ, അത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാറി വരും. അപ്പോൾ അത് ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല, ഒരുവിധമുള്ള എല്ലാ ഫേസ് പാക്ക് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ലോങ് ടൈം യൂസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് കുറയ്ക്കും കേട്ടോ. കാരണം മൗത്തിന് ചുറ്റുള്ള ഒരു പിഗ്മെൻറ്റേഷൻ, മൂക്കിന് മുകളിൽ വരെ നമ്മുടെ നെറ്റിയിൽ ആ ഒരു അൺഈവനായിട്ടുള്ളൊരു സ്കിൻ ടോൺ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബെറ്റർ ആയിട്ട് കൊണ്ടുവരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയുടെ പൗഡറാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഉലുവയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉലുവ കുറച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചാൽ കുറച്ചുകൂടെ ഫൈനായിട്ട് പൊടിച്ച് കിട്ടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഞാൻ എടുത്തേക്കുന്നത് ആൽഫുഡ്നസിൻ്റെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ വേറെ ബ്രാൻഡ് ഒരുപാടുണ്ടാവും, ആമസോണിലൊക്കെ നോക്കിയാൽ മതിയാവും. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് മേടിക്കുക. എപ്പോഴും വീട്ടിൽ ഉണക്കി പൊടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിലും നെക്കിലും ഇത് തന്നെ ധാരാളമായിട്ട് മതി. 1 ടീസ്പൂൺ തന്നെ ധാരാളം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ബീട്രൂട്ട് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് അരച്ചെടുക്കുക. അതായത് നമുക്ക് എന്തായാലും വീട്ടിൽ ബീട്രൂട്ട് ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പേസ്റ്റ് അരച്ച് ഇതിനോടൊപ്പം ചേർക്കാം. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോമഗ്രാനൈറ്റ് ഉണ്ടല്ലോ, അതെടുക്കാം. പോമഗ്രാനൈറ്റിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആൽഫ്ഗുഡ്നസിൻ്റെതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ മേടിക്കാം കേട്ടോ. ഞാൻ ആൽഫ്ഗുഡ്നസ് ഇനി റീപർച്ചേസ് ചെയ്യണമോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. വേറൊന്നുമല്ല, കാരണം എല്ലാ പ്രൊഡക്ട്സും പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോവുകയാണ്. കാരണം ഇതൊരു പൗച്ച് പാക്കേജിങ്ങിലാണ് വരുന്നത്. അത് കാരണം ഒന്നും അങ്ങനെ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഓപ്പൺ ചെയ്ത് എത്ര സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് കട്ടിയായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ, അവർ എല്ലാ പ്രോഡക്ട്സുകളും ബോട്ടിലേക്ക് സ്വിച്ച് ചെയ്യാൻ സമയമായി. അഫോർഡബിൾ പ്രൈസ് ആണെന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും 10-20 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നാലും ബോട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവും. യൂസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതിനും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവാം. പിന്നെ നമുക്കറിയില്ല അവരെന്തുകൊണ്ടാണ് ഈ പൗച്ചിൽ തന്നെ കീപ്പ് ചെയ്യണേന്നുള്ള കാര്യം. പക്ഷേ ഞാൻ പറയുന്നു ബോട്ടിലായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പം അതാകുമ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എയർ ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പൗച്ചാണെങ്കിൽ നമ്മൾ എത്ര സീൽ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തേക്ക് ഇതുപോലെ എയർ കയറിയിട്ട് കട്ടിയായി പോകും കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് തൊയനോ തൈരോ അലോവേരയുടെ ജെല്ലോ ടൊമാറ്റോ പൾപ്പോ കുക്കുംബർ ജ്യൂസോ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് പ്രൊഡക്ട്സിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാൻ എടുക്കാം കേട്ടോ. അപ്പം നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉലുവയുടെ പൗഡർ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വലിച്ച് സക്ക് ചെയ്തെടുക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ തൈരാണെങ്കിൽ അത് ചേർക്കുക, പാലാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇത് വെള്ളം വലിച്ചെടുക്കും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് തന്നെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും വാട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സാധാരണ നമ്മളൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയില്ലേ, അതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ളതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഒരുപാട് വെക്കരുത്, എന്നാൽ വീണ്ടും വീണ്ടും വെള്ളം വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ അങ്ങ് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിന് അനുയോജ്യമായ പ്രോഡക്ട്സിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഈ 2 ഇൻഗ്രീഡിയൻസിലും നമ്മൾ പോമഗ്രാനൈറ്റിന് പകരം ബീട്രൂട്ടിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് അരച്ചതോ ആണെങ്കിലും എടുക്കാം കേട്ടോ. ഇതെന്തായാലും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്, ബീട്രൂട്ടും ഉലുവയൊക്കെ. പോമഗ്രാനൈറ്റ് മാത്രം ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പകരം നിങ്ങൾക്ക് നമ്മൾ എന്തായാലും മാതള വാങ്ങുന്ന ടൈമിൽ കഴുകിയതിൻ്റെ തൊലി, ഇനിയിപ്പം വേനൽക്കാലമാണ് വരാനായിട്ട് പോകുന്നത്, ഇപ്പം അന്യമാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലൊക്കെ പകൽ സമയത്ത് പെട്ടെന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കാറ്റും
ആ ഒരു വെയിലൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കാനും പറ്റും. ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നല്ലൊരു കൊഴുത്ത കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. ഈ ഉലുവയ്ക്ക് നന്നായിട്ട് വെള്ളം പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു കൊഴുത്ത കൺസിസ്റ്റൻസിയിലായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വാഷ് ചെയ്യാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതില്ലേ നമ്മൾ ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ്, സ്കിൻ ഭയങ്കരമായിട്ടൊന്ന് ഗ്ലോയിങ് ആവുന്നുണ്ടോ. എന്താ ഒരു സോഫ്റ്റ്നെസ് അറിയാം, നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നുണ്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ളത് നിലനിർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലോങ് ടൈം യൂസ് നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ അടിപൊളിയായിട്ട് മാറും. അതുപോലെ തന്നെ സൺടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യും കേട്ടോ. നമുക്ക് ഈ ഒരു ജെല്ലി ആയിട്ടുള്ള ഒരു ഇതാണ്, അതായത് ഈ ഉലുവയ്ക്ക് നല്ലൊരു കൊഴുത്ത കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി നിലനിർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെയാണ് നമ്മുടെ ഫ്ലാക്സ് സീഡും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.